കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ പഠിപ്പിക്കാൻ തുനിയുന്നത് എന്ത്? പുതിയ നിയമ വിശ്വാസികളുടെ അനുഭവത്തിലേക്കാ പോയിരിക്കുന്നത്. പഴയ വിശുദ്ധന്മാരുടെ അനുഭവം അല്ലേ കാണും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധന ദൈവമക്കൾ ഒരിക്കലും ജാതികളുടെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ജീവിക്കാൻ വ്യവസ്ഥയുണ്ടോ? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, എന്റെ ആലയത്തിന്റെ നിന്റെ പ്രാകാരം കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാനായിരിക്കും എനിക്ക് ഏറെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആമേൻ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കാൻ ശ്രമിച്ചു. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എനിക്ക് ഏറെ ഇഷ്ടം എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാനായിരിക്കും എന്ന വ്യക്തി ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കാൻ വ്യവസ്ഥയുണ്ടോ? ഇതറിഞ്ഞ പൗലോസ് വെറുതെ നിന്നില്ല. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ ഒരു ബാലന്റെ കയ്യിൽ സ്തെഫാനോസിന്റെ വസ്ത്രം കൊടുത്തു. അതാരാന്നറിയോ? എന്ന് പറഞ്ഞേ. പൗലോസിന്റെ കയ്യിലെ കൊടുത്ത ഈ പൗലോസ് വളർന്ന് അവൻ കുറെ ക്രിസ്ത്യാനിസിനെയൊക്കെ ഉപദ്രവിക്കുന്ന കാര്യത്തിലേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് അവനെ ദൈവം തൊട്ട് അവൻ ദൈവത്തിന്റെ പൈതലായി ക്രിസ്തുവിന് വേണ്ടി അനേകം ആളുകളെ നേടുവാൻ തുടങ്ങി. അങ്ങനെ കടന്നു വന്നപ്പോൾ ആദ്യം ഇറങ്ങിയ ചില ആളുകളുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അവരെന്ത് ചെയ്യുന്നു? അവൻ ദൈവത്തിന്റെ പാതപീഠ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകൾ ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നത് കണ്ടപ്പോൾ പൗലോസ് എതിർത്ത് നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഇടയന്മാരുടെ ഭാഗത്ത് എന്തെങ്കിലും ചില വീഴ്ചകളും കുറവുകളൊക്കെ പറ്റിയാൽ അത് ചൂണ്ടിക്കാണിച്ച് തെറ്റെന്ന് ബോധ്യപ്പെടുന്ന പുതിയ വിശ്വാസി. അതാ പുതിയ വിശ്വാസി. മനുഷ്യനാണ്, തെറ്റുകൾ വന്നേക്കാം, കുറ്റങ്ങൾ വന്നേക്കാം, അത് ചൂണ്ടിക്കാണിച്ച് നിരപ്പ് പ്രാപിച്ച് അത് ഐക്യതയോടെ കടന്നു പോകണം. തെറ്റെന്ന് ബോധ്യപ്പെടുത്തണം. നമുക്ക് പലപ്പോഴും കഴിയുന്നല്ലോ തെറ്റെന്ന് ബോധ്യപ്പെടുത്താൻ. പത്രോസ് നേരെ നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരം ജീവിക്കാതെ ജാതികളെ യഹൂദ മര്യാദ പഠിപ്പിക്കാൻ തുനിയുന്നത് എന്ത്? നോക്കിയേ, ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തോണം? ഈ മര്യാദ പ്രകാരം ജീവിച്ചോണം. ഇനി ജാതികളുടെ ഇടയിൽ പോയിരുന്ന് അവരുടെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്ന ഒരു പ്രവൃത്തി എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് എതിർത്ത് നിന്ന പൗലോസ് അദ്ദേഹം ചെയ്ത് ശരിയല്ലേ? അത് മുഖാന്തരം എന്ത് സംഭവിച്ചു? അവർ ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി സൗമ്യതയോടെ തിരിഞ്ഞു. ആദ്യം മുഖാമുഖമായിട്ട് അങ്ങ് എതിർത്ത് നിന്നു. തെറ്റെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പലപ്പോഴും പലരും ചില കാര്യങ്ങളോട് ബന്ധത്തിൽ യഹോവയുടെ അഭിഷേകത്തിനെ തൊടരുത്, അവർക്കൊരു ദോഷം ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ടോ? അത് പറഞ്ഞ ഓർഡിനേഷന്റെ പാസ്റ്റർമാരെ കുറിച്ചാണ് പറഞ്ഞ് ചിലരങ്ങനെ സംസാരിച്ചു പോണ കണ്ടിട്ടുണ്ട്. പാസ്റ്റർമാരൊന്നും പറയാൻ പാടില്ല, ഒന്ന് തെറ്റെന്ന് കണ്ടാൽ മിണ്ടാൻ പാടില്ല. തെറ്റാണ് ബോധ്യപ്പെടുത്തി പോകണം. തെറ്റ് കണ്ടാൽ തെറ്റിന് കൂട്ടു നിൽക്കാൻ ഒരു പുതിയ വിശ്വാസിക്ക് വ്യവസ്ഥയില്ല. അത് സഭവിശ്വാസികളുടെ ഭാഗത്താണെങ്കിൽ ഇടേന്റെ ഉത്തരവാദിത്തം അത് ബോധ്യപ്പെടുത്താന്നുള്ളതാ. ബോധ്യപ്പെടുത്തിയിരിക്കണം. അല്ലാതെ അതിന് കോംപ്രമൈസ് ചെയ്ത് പോകാൻ വ്യവസ്ഥയില്ല. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ന്യായം അറിഞ്ഞിട്ടും അവർ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കാൻ കൂടെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ആയിരിക്കണം. ഈ പ്രവർത്തിക്കൊന്നുമില്ല, പക്ഷെ പ്രവർത്തിക്കുന്നവർ എന്ത് ചെയ്യും? പ്രസാദിക്കും. കൂടെ നിന്നിട്ട് എന്തിലെല്ലാത്തിലും സംബന്ധിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? നമ്മളെന്ത് അതങ്ങനെ ഞായറാഴ്ച പോയില്ല, എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പൊ അടുത്ത ആള് പറയാം, പ്രാർത്ഥനയ്ക്ക് പോയത് ശരിയായില്ല. എന്ത് പറഞ്ഞാലും എല്ലാത്തിനും കൂടും. ഒരു സ്വന്തമായ ഒരു വാക്കുണ്ടാവില്ല. ഒരു ലഡു തിന്നാൻ കൊടുത്ത മധുരം ഉണ്ടോന്ന് ചോദിച്ചാൽ തിന്നിട്ട് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാൽ അത് ഉത്തരാവും. ഒരു നാല് അണ്ണാക്കിലേക്ക് ചെല്ലുമ്പോൾ മധുരം തിരിച്ചറിയും. മധുരം ഉണ്ടെങ്കിൽ മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. പക്ഷെ ഉപ്പുണ്ടല്ലോ, ഉപ്പുണ്ടെങ്കിൽ ഉപ്പുണ്ടെന്നൊക്കെ പറയണം. അപ്പോഴല്ലേ ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയാവുള്ളൂ. അതല്ലാതെ അദ്ദേഹം ഉണ്ടാക്കിയ സാധനമാണ് ചീത്തയായത് പറയണ്ടെന്ന് ഓർത്ത് തല്ലാന്ന് പറഞ്ഞാലോ അത് വ്യവസ്ഥയില്ല. തെറ്റ് കണ്ടാൽ തെറ്റാന്ന് പറഞ്ഞു. നമുക്ക് ചില കാര്യങ്ങൾ ക്രമീകരിച്ചു പോകുമ്പോൾ എത്രയോ വ്യത്യാസം ഉണ്ടാകുന്ന അറിയാമോ? നീ കേൾക്കുന്ന പ്രിയമുള്ള ചില തെറ്റുകളൊക്കെ ബോധ്യപ്പെടുത്തി കുറെ കാലങ്ങൾ കഴിയുമ്പോൾ അവർ ഉള്ളിൽ പറയും,
അന്ന് ക്രമീകരിച്ചുകൊണ്ട് അന്ന് അതൊക്കെ പറഞ്ഞ് നിരപ്പാക്കി പോന്നോണ്ട് ഇന്ന് എന്ത് പറ്റി, ഇന്ന് എന്ത് സംഭവിച്ചു? ഞാൻ അഭിമാനത്തോടെ ക്രിസ്തുവിനോട് നിലനിൽക്കുക. അല്ലെങ്കിൽ പണ്ടേ തകർന്നു പോയാനെ, പണ്ടേ തകർന്നു പോകാമെന്ന സാഹചര്യത്തിൽ എല്ലാം ദൈവം വീണ്ടെടുത്തു. ആമേൻ. പത്രോസിനോട് പറയാ, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരം ജീവിക്കാതെ ജാതികളെ യഹൂദ മര്യാദ പഠിപ്പിക്കാൻ എന്ത് തെറ്റാണ് ബോധ്യപ്പെടുന്നത്. വർഷങ്ങളുടെ കണക്കൊക്കെ നമുക്ക് പറയാൻ സാധിക്കും, പക്ഷെ തെറ്റ് തന്നെയാണ്. തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ തെറ്റിന് തെറ്റും തന്നെ പറയണം. കുറ്റത്തെ എങ്ങനെയെങ്കിലും ശരിയാവോ? ഒരു കുറ്റം ചെയ്താൽ ശരിയാവോ? കുറ്റം ചെയ്താൽ കുറ്റം തന്നെയാ. അത് ശരിയാകണമെന്നുണ്ടെങ്കിലോ ഇനി കുറ്റം ചെയ്യാതിരിക്കണം. കുറ്റം തന്നെ, അതിനൊരു മാറ്റമില്ല. ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമല്ലേ, നമ്മൾ ഇവിടെ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുകയും സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്തിട്ട് നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യമായി വാക്ക് പറഞ്ഞിട്ടില്ല. തെറ്റ് തന്നെ, അതിന് ഒരു മാറ്റമില്ല. ഓരുന്ന വഴിയിൽ ഏതെങ്കിലും ജീവിത യാത്രയിൽ ഏതെങ്കിലും വാക്കുകൾ നമ്മൾ അനാവശ്യമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെ. ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം? തെറ്റ് ചെയ്യാതിരിക്കണം. അതാ ഒരു ദൈവം. അതല്ലാതെ തെറ്റിനെ ന്യായീകരിക്കുന്നതല്ല. പൗലോസ് അങ്ങനെയൊക്കെ പറയും. നമ്മളൊക്കെ പാട്ടൊക്കെ പാടുന്നത് എന്താണെന്ന്, പൗലോസായി ഞാനൊരു പൗലോസായി മാറട്ടെ, രാജ്യങ്ങൾ കീഴടക്കണം പാടുകയാണ്. പൗലോസായി മാറിയാലുണ്ടല്ലോ, പൗലോസായിക്ക് ലേഖനത്തിൽ ഞാൻ ഇനി വടിയോടുകൂടെ വരണമെന്നൊക്കെ ചോദിക്കണുണ്ടോ? ഇനി ഞാൻ വടിയോടുകൂടെ വരണോ? പൗലോസായിട്ടൊക്കെ മാറാൻ നല്ലതാ, നല്ല കാര്യം പൗലോസായിട്ടൊക്കെ മാറിയ. പക്ഷെ ആ ഒരു കൃപയിൽ നിന്നോളണം. പിന്നെ തല്ലി ചതച്ച് പരിവാക്കി കൊട്ടയിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നാലും അതിന് തയ്യാറായിരുന്നു. ദൈവം അവിടെയും ജീവിപ്പിക്കും. കൊട്ടയിലൊക്കെ എടുത്ത് പൗലോസിന്റെ കൊട്ടയിലൊക്കെ എടുത്ത് തൊട്ട് രക്ഷപ്പെടുന്നു പറഞ്ഞു. നിങ്ങൾ ബൈബിൾ വായിക്കുന്നല്ലേ, ഇനി അതിലേക്ക് പോയി സമയം കടന്നു പോകും. നോക്കി, ഒരു പൗലോസായി മാറുമ്പോ എത്ര കാലഘട്ടത്തിൽ കിടക്കുന്ന സമയത്ത് എന്തായാലും ബുദ്ധിമുട്ട് കടന്നു വന്നല്ലേ, പക്ഷെ അവിടെ എല്ലാം ദൈവം പ്രവർത്തിച്ചില്ലേ? ഇതിന്റെ പേര് നമ്മൾ ആരെങ്കിലും കാലഘട്ടത്തിൽ കടന്നിട്ടുണ്ടോ? നമ്മൾ തന്നെ കാരാഗ്രഹം ഉണ്ടാക്കുകയല്ലേ, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ, മനഃപൂർവ്വം ഉണ്ടാക്കുകയല്ലേ. നല്ലൊന്നാന്തരം വീട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, AC ഉണ്ട്, നല്ല സ്പോഞ്ചിന്റെ ബെഡും ഒക്കെ ഇല്ലേ, എല്ലാവരും മിക്കവർക്കും ഇല്ലേ നല്ല സ്പോഞ്ചിന്റെ ബെഡൊക്കെ. ഇനി ഇന്ന് നിൽക്കുമ്പോഴേക്കും പൊന്തി പോണത് സെസ് അങ്ങനെയുള്ള ബെഡൊക്കെ ഇല്ലേ, എല്ലാ സത്യങ്ങളെ ഒരിക്കുന്നുണ്ട്. ഇതെങ്ങനെ കാരാഗ്രഹമായിട്ട് മാറണം? നമ്മുടെ റൂമൊക്കെ എങ്ങനെ മാറണം? ഇവിടെ ഓരോരുത്തരുടെ പ്രവൃത്തിയല്ലേ, നമ്മൾ വലിച്ചു കൂട്ടി വെക്കുന്നതല്ലേ ആ കാരാഗ്രഹത്തിൽ സമാധാനം ഉണ്ടാകില്ല, സന്തോഷം ഉണ്ടാകില്ല. എന്ത് തിന്നാലും ദഹിക്കാത്ത പോലെ തോന്നും, ഒന്നിനും ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. ദൈവം നമുക്ക് ഇത്രയേറെ സന്തോഷം ഒരുക്കി തന്നിട്ട് അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാതെ, അതിന് വേണ്ട മാന്യത കൊടുക്കാൻ കഴിയാതെ ഇന്ന് എത്രയോ ആളുകൾ ജീവിക്കുന്നു. ഓരോരോ ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെ. ആളുകൾ തന്നെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഉണ്ടാക്കി സംസാരിച്ച് അവസാനം വീടൊരു നരകമായിട്ട് തീരുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാകുമ്പോൾ അല്ല ഞാനീ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന് നല്ല ബോധ്യമുണ്ട് എനിക്ക്. നമ്മളൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവമക്കളാണ്. പക്ഷെ ഒരു കൂട്ടം ആളുകൾ അങ്ങനെ മാറി ജീവിക്കുന്നുണ്ട്. ആ വീടെന്ന് പറയുന്നത് നരകമാണ്. ചില ആളുകൾ പറഞ്ഞ എനിക്ക് വീട്ടിൽ ചെല്ലാൻ തോന്നുന്നില്ല, പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല, എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. എന്താ കാരണം? വീട്ടിൽ ചെന്നാൽ സന്തോഷമില്ല. പിന്നെ അവർക്ക് റോട്ടികളെ കറങ്ങി ഇറങ്ങാൻ അവർക്ക് ഇഷ്ടം. റോട്ടികളെ കറങ്ങി എന്തോരം നേരം നടക്കാൻ പറ്റും? അതുകൊണ്ട് മനസ്സിലാക്കണം, ഹല്ലേലൂയ, നമ്മളെ വിളിച്ച് വേർതിരിച്ച കർത്താവ് യേശു ക്രിസ്തുവിനെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആയിരിക്കുമ്പോൾ മനസ്സിലാക്കണേ, നമ്മുടെ മന്ദിരം ദൈവത്തിന് വസിക്കാനുള്ളതാണ്. ഇത് ദൈവത്തിൽ വസിക്കാനുള്ള ഒരു മന്ദിരമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തികൾ ദൈവത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു ചിന്തയ്ക്ക് കൂട്ടുനിൽക്കരുത്. ഓരോരുത്തന്മാര് പറയുന്നത് കേട്ടോ, ഓരോരുത്തന്മാര് പറയുന്നത്, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവത്തിൽ നമുക്ക് ചിന്തിച്ച് പറയാൻ സാധിക്കുമോ? എന്റെ ദൈവമേ, എന്നെ വിളിച്ച് വേർതിരിച്ചിട്ട് എന്റെ കർത്താവിന്റെ പാതവരെ കടന്നു വന്ന് കിട്ടുന്ന ഈ ഒരു സന്തോഷം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ആമേൻ. സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് പകരം വേറെ എന്തെങ്കിലും വിഷമങ്ങളും സങ്കടങ്ങളാണോ കടന്നു വരുന്നത്? നമ്മൾ ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് വരാതെ വിവിധ ആവശ്യങ്ങൾ വന്ന് വീട്ടിലിരിക്കുന്നവരുണ്ട്. ആ ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതല്ലാതെ വേറെ ഏതെങ്കിലും പ്രവൃത്തിയിൽ അവർ ഏർപ്പെടുന്നുണ്ടെങ്കിലോ, ഒരു സീരിയൽ ഓണാക്കി വെച്ചിട്ട് ലോകം അത്ര വിശാലതയിൽ കടന്നു പോയിരിക്കുക, സോഷ്യൽ മീഡിയയിൽ അത്ര ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ നടുവിൽ നാം ആ ബുദ്ധിയോടുകൂടിയായിരിക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ള ഒരു പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരായിരിക്കണം. അല്ലാത്തൊരു കാലഘട്ടത്തിലായി നമ്മൾ ജീവിക്കണമെന്ന് മനസ്സിലാക്കണം. പിശാച് അപ്പം പിടിച്ചിരിക്കും.
നമ്മുടെ വീട്ടിൽ മുഴങ്ങുന്ന സ്തോത്രം യാഗത്തിന് പകരം സിനിമയുടെ ഒരു പാട്ടിന്റെ ട്യൂൺ മുഴങ്ങിയാൽ അത് നമുക്ക് ചേർന്നതാണോ? അത് നമുക്ക് ചേർന്നല്ല. ഇനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് അതൊക്കെ കുത്തികെട്ടി വിട്ടാലോ? അതൊക്കെ ചേർന്നാണ്. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെ ഉത്തമമല്ലോ. ഇവിടെ ലഭിക്കുന്ന സന്തോഷം അത് വേണ്ടെന്ന് വെച്ച് വേറെ എന്തിലേക്ക് പോയാലും അവിടെ കിട്ടുന്നത് ദുഷ്ടന്റെ ചിന്തകളാണ് കിട്ടുന്നത്. ഈ പ്രാർത്ഥന അന്തരീക്ഷം വിട്ടിട്ട് വേറെ എവിടെ പോയാലും ദുഷ്ടന്റെ ചിന്തയാണ് കിട്ടുന്നത്. ആ ചിന്ത എന്താ കയറ്റിക്കൊണ്ടുവരുന്നേ? നശിപ്പിക്കുക, ഇരുട്ടിലേക്ക് കൊണ്ടുപോവാ, വെളിച്ചം കാണാതിരിക്കുക. ഈ കാണുന്ന വെളിച്ചത്തെ കുറിച്ചല്ല പറയണേ, അന്യമാര് വെളിച്ചം ഇല്ലാതിരിക്കുക. ആലോചിച്ച് നോക്കിയേ, എത്ര ഭീകരമായ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രവർത്തികൾ പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ